മൂന്നായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൈസ് എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചാണ്. പക്ഷെ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ ചലഞ്ചാണ് ഗൈസ്, ജോളോജി ചലഞ്ച്. ഗൈസ് അപ്പൊ നമ്മുടെ ജോളോ ചിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാക്കി ഇതിന്റെ ആഫ്റ്റർ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിക്കേണ്ട ഹണി എവിടെ? ഹണി അസ്ന ഷുഗർ ഡയറ്റിലായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഹണിയാണ് അസ്നാക്ക്. പിന്നെ ഞങ്ങൾക്ക് മൂന്നർക്കും വെള്ളം, പിന്നെ ഒരു ഐസ്ക്രീം ഡബ്ബ കൂടിയുണ്ട് ഗൈസ്. ഐസ്ക്രീം ഡബ്ബയല്ല, ഐസ്ക്രീം ഉണ്ട്. ഇവന്റെ ഫണ്ട് വരെ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്യാം. നമ്മൾ ഇതുവരെയായിട്ട് ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഇത് കുറെ വർഷം മുമ്പ് ട്രെൻഡ് ഔട്ട് ആയ സാധനമായി ഇത്. പക്ഷെ ഇതിനൊരു പ്രത്യേകത, ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതെ, എല്ലാവരും അത് കഴിച്ചാലേ അറിയാൻ പറ്റൂ. അൺബോക്സ് ചെയ്യണം. എന്റെ ഇതിൽ ഞാൻ കുറച്ച് കോൺഫിഡൻസ് ആണ് എരിക്കൂല. അതെ, ഞാനും. കാരണം ഞാൻ പൊതുവെ എരിവ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാരും നോ റിയാക്ഷൻ ചലഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. സ്പൈസി ലവേഴ്സ് ആണ് എല്ലാവരും. അതുകൊണ്ട് ചിലപ്പോ വലിയ എഫക്റ്റ് കാണത്തില്ല. എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്യും. അൺബോക്സ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ ട്രൈ ചെയ്യാം. എന്നാ ഞാൻ ചെയ്യാം. അവിടെ അല്ല, ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ തട്ടണം. ഇവിടെ ഇങ്ങനെ ASMR വീഡിയോ അൺബോക്സ് ചെയ്യാൻ അറിയാം. എടാ, നീ എന്റെ ഈഗോനെ ഹേർട്ട് ചെയ്തല്ലേ. ഡിഷ് ഇത് നീ വെച്ചോ. നീ മറ്റേ തുറക്കണ്ട എങ്ങനെയല്ലേ തുറക്കണ്ട? തുറക്കുന്നതിന്റെ ഒരു ഗുമ്മുണ്ട്. തറയി വീടല്ലേ, കഷ്ടമുണ്ട്. ആ തുറ നിങ്ങളായിരിക്കും ആദ്യം കാണുന്നത്, ഞങ്ങൾ നമ്മൾ കണ്ടില്ല. അതെ, നമ്മൾ കണ്ടതേ ഇല്ല. സ്റ്റിക്കർ മൊത്തത്തിൽ എടാ, ഇത് എന്തുവാണ് ഇതിന്റെ ഉള്ളിലൊക്കെ എഴുതിയിരിക്കുന്ന? ഒരു മിനിറ്റ്. ഷോർട്ട് ടേം ലോസ് ഓഫ് സ്പീച്ച് ഗൈസ്. ഇത് സംസാരിക്കാൻ പറ്റത്തില്ല. മൗത്ത് ഓൺ ഫയർ, വായു തീ തുപ്പും. ഇമ്പയർഡ് വിഷൻ ഫ്രം ടിയേഴ്സ്, അതായത് കരഞ്ഞു കഴിഞ്ഞ് നമുക്ക് പിന്നെ കണ്ണ് കാണത്തില്ല എന്നാണ് പറയുന്നത്. എക്സ്ട്രീം പ്രൊഫാനിറ്റി, ലാസ്റ്റ് ആയിട്ട് RIP. ലാസ്റ്റ് വേർഡ്സ് എന്തോ സർക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എടാ, ഞാൻ മരിച്ചാലും നീ വേറെ കല്യാണം ഒന്നും കഴിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതിന് 250 രൂപയാണ്. എന്റെ എക്സ്പയറി ആയിട്ടില്ല. എക്സ്പയറി ആയിട്ടില്ലേ? സേഫ് ആണ്. പിന്നെ ഭയങ്കര ചൂടൊക്കെയാന്നാ പറയുന്നത്. പേടിയാവുന്നല്ലോ. എനിക്കത്ര പേടി എനിക്കുണ്ട്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തുവാ? കോണ്, പെപ്പർ, സ്കോർപ്പിയൻ പെപ്പർ, ഗോസ്റ്റ് പെപ്പർ, ജാലപ്പീനോ സീഡ്സ് ആണ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ, സോൾട്ട് ഓയിൽ, 3 ടൈപ്പ് പെപ്പർ ആണ് ഇതിന്റെ അകത്ത് ആഡ് ചെയ്ത്. അപ്പൊ നമുക്കിനി ഗൈസ് ഇതാണ് ഷഡ്ഡിയുടെ ഷേപ്പ്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ജോളോന്ന് പേരുണ്ട്. ജോളോ ചിപ്പ് എന്ന് വരാൻ പേരെന്ത്? ഈ ജോളോ എന്തുവാ? ഇവിടെ നിന്നാണ് ഇത് പൊട്ടിക്കേണ്ടത് ഗൈസ്. അപ്പൊ നമ്മൾ ഇത് പൊട്ടിച്ചു. എന്റെ ഉള്ളിലെന്തോ. അതെ ഗൈസ്, ഇത് കറുത്താണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. പേടിയാവുന്നടേ കണ്ടിട്ട്. മണത്ത് നോക്കട്ടെ. നിങ്ങളിതൊന്ന് മണത്ത് നോക്ക്. വായിൽ വെള്ളം വരുന്നു. ഇപ്പൊ കണ്ണീന്നും വരും. കാണാൻ തോന്നുന്നു. 250 രൂപയ്ക്ക് ഇതേ ഉള്ളൂ. 3 അപ്പൊ ഞങ്ങൾ 3ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓരോരുത്തർക്ക് വലിയ പീസ് സ്നാക്ക് തന്നെ കൊടുക്കാം. ഹായ്, നല്ല വിശപ്പുണ്ട്. ഇന്ന ഇത് ഒറ്റയടിക്ക് വായിടണോ? വെള്ളം വരുന്ന എന്നിട്ട് ചവച്ച് തിന്നണോ? 3, 2 ഇപ്പൊ ചെറിയ പേടി വരുന്നുണ്ട്. 3, 2 ഞങ്ങൾ ഇത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബിഫോർ എക്സ്പ്രഷനും ആഫ്റ്റർ എക്സ്പ്രഷനും. ബിഫോർ ഇങ്ങനെയാണ്. 3, 2, 1.
ചുമക്കരുത്, ചുമച്ച എരിവ് തലയിൽ കയറും. സൂപ്പർ എരിവ്, പക്ഷെ കൊള്ളാം. ഞാൻ പറയട്ടെ, ഇത് ഒരാൾ ഒരെണ്ണം മൊത്തം തിന്നണം തോന്നുന്നു. ഇത് തോന്നുന്നില്ലല്ലേ? അത് ഇപ്പോഴേ തോന്നുന്നില്ല. വയറ് ഇറങ്ങി ഇൻഡസ്ട്രിയിൽ കൊത്തി കയറി തോന്നും. കൊള്ളാം. എന്തെങ്കിലും എരിവുണ്ടേ കാണാൻ പറ. എരിവ് വന്ന് തുടങ്ങുന്നേ എരിവുണ്ട്. എരിവുണ്ട്, എരിവില്ല എന്ന് പറയല്ല, എരിവുണ്ട്, പക്ഷെ അത്ര ഇന്റൻസ് നീറുന്നില്ല. കണ്ണീരത്തോടെ ഞാനൊരു ഞാൻ കണ്ട വീഡിയോയിൽ ആൾക്കാർ ഓടുന്നു, പറക്കുന്നു, കരയുന്നു ഒക്കെ ഉണ്ടായല്ലോ. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ. ഞാനിപ്പോ എന്റെ എരിവ് കൊള്ളയാ. അത് എരിവില്ലാത്ത ഈ ഫസ്റ്റ് നേരത്ത് കഴിച്ചത്. എരിവുള്ളായിരുന്നു ഏറ്റവും കൂടുതൽ അസ്നേഹം തോന്നുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, എല്ലാവർക്കും ഒരേ എരിവായിരുന്നു കേട്ടാ. ഇനിയിപ്പൊ അവൻ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാനിത്തിരി എരിവുള്ളത് കഴിച്ചോണ്ട് എനിക്ക് എരിവ് തോന്നുന്നുണ്ട്. ഉപ്പല് വരെ വെളിയിൽ വരുന്നു. എനിക്ക് വലിയ എരിവ് തോന്നുന്നില്ല ഗൈസ്. ഇത് ഞാൻ കഴിച്ചോ നിന്റെ പ്രശ്നം മാറും. ഈ വരലൊന്ന് നക്കണേ. ഇതും കൂടെ. വെരി ടേസ്റ്റി. ആഫ്റ്റർ എക്സ്പ്രഷനും ഓക്കെ. അപ്പോഴത്തേക്ക് ഞാനും ഉമ്മയും കുറച്ച് ടേസ്റ്റ് ആയിരുന്നു. ഇത് അത്ര എരിവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പൊ നോർമൽ ആയ കേട്ടോ കഴിച്ച. ഞാനാണ് കുറച്ച് വലിയ പീസ് കഴിച്ചത്. ഇവരുടെ തുടക്കത്തിൽ ഇവരെടുത്ത് തന്നപ്പോ പറയുന്നുണ്ടായിരുന്നു. ബാക്കി പറയാൻ വയ്യ. ബാക്കി പറയാൻ വയ്യ. എനിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഇവിടെ ഉള്ളിലെ എരിവൊന്നും തോന്നില്ല. എനിക്ക് നാക്കും കവളും ഒന്ന് ചെറുതായിട്ട് നീറുന്നു, പക്ഷെ അല്ലാത്ത പുകയുന്നില്ല. ആർക്കാ ഒന്നും ഏറ്റില്ലാന്ന് തോന്നുന്നത്? ഭയങ്കര എരിവായിട്ട് തോന്നിയില്ല. ഇതിനകത്ത് കുറച്ചുകൂടെ കഴിക്കാൻ തോന്നുന്ന ആർക്കാ? എനിക്ക് ഒന്നും ഏറ്റില്ല. ആർക്ക് കഴിക്കാൻ പറ്റും? എനിക്ക് കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. അമ്മ കഴിക്കാം. കഴുത്തിലൊക്കെ വേണ്ടോണ്ട് നീറും കേട്ടോ. ഇത് 3 കഴിച്ചിട്ട് കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 3 കഴിച്ചാലേ കാര്യമുള്ളൂ. എന്ത് പറയാൻ അങ്ങനെയല്ല, 3 കഴിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ മനസ്സിലായി. ഓരോരുത്തരും ഒരെണ്ണം കഴിയണം, അപ്പോഴാണ് ഇതിന്റെ എത്ര എഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇത്തിരി വെള്ളം കുടിച്ച് അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നും തോന്നിയൊന്നുമില്ല. ഇതിപ്പോ പൊട്ടിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ 3 എണ്ണം വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ആ വ്ലോഗിന് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ബൈ.